കുട്ടികൾ അവരുടെ നിഷ്കളങ്കതയുമായി നടത്തുന്ന സാഹസിക യാത്രകൾ വരുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടെന്നറിയാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിലുള്ള സിനിമകൾ. ഇപ്പോൾ നമ്മുടെ മനുവങ്കിള് മുതൽ സ്ട്രേഞ്ചർ തിങ്സ് വരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ ഒരു പ്രമേയത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അത്തരത്തിലുള്ള ഒരു കിഡിലൻ ക്ലാസിക് അഡ്വഞ്ചർ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എ മൂവി റെക്കമെൻഡേഷൻ. 12 വയസ്സ് മാത്രം പ്രായമുള്ള 4 കൂട്ടുകാർ ഇവർ നടത്തുന്ന ഒരു സാഹസിക യാത്രയുടെ കഥയാണ് ഈ സിനിമ. സംഭവം സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ അഡ്വഞ്ചറസ് ആണ്. ഇവരൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. ആ യാത്ര എന്തായി എന്നുള്ളതാണ് പടം പറയുന്നത്. ചിത്രം 1986 ഇറങ്ങിയ ഇംഗ്ലീഷ് കമ്മിങ് ഓഫ് ഏജ് അഡ്വഞ്ചർ ഫിലിം സ്റ്റാൻഡ് ബൈ മീ. ഇതിന്റെ ഡയറക്ടർ റോബ് റൈനർ ആണ്. സ്റ്റീഫൻ കിങ് എഴുതിയ ദ ബോഡി എന്ന ചെറിയ നോവലിനെ ബേസ് ചെയ്തൊരുക്കിയ സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിനുള്ളത്. ചെറിയ നോവൽ എന്ന് വെച്ചാൽ നൊവേലയാണെന്ന് പറയാം. അതായത് നോവലിന്റെ അത്ര നീളവും ഇല്ല, ഷോർട്ട് സ്റ്റോറിയേക്കാൾ വലുതുമാണ്. മനോഹരമായിട്ടുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ഈ പടം പറയുന്നത്. ഇവരുടെ യാത്ര തുടങ്ങുമ്പോൾ മുതലേ നമുക്ക് കുട്ടികളെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ തോന്നും, പക്ഷെ അവരതൊക്കെ ചെയ്യും. ചില സിറ്റുവേഷൻസ് ഒക്കെ വളരെ ത്രില്ലിംഗ് ആണ്, ടെൻഷൻ ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സും പടത്തിലുണ്ട്. സോ ഇത് അഡ്വഞ്ചറസ് ഫിലിമാണ്, അതേസമയം ഒരു ഫീൽ ഗുഡ് പടം കൂടിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് കഥയിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ആവുകയും ചെയ്യും. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബോണ്ടും മനോഹരമാണ്. നമുക്ക് തന്നെ തോന്നും ഈ പിള്ളേർക്കൊന്നും പറ്റരുതേ, ഇവര് ചെന്ന് പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടരുതേ എന്ന്. ഇതിലെ 4 മെയിൻ ക്യാരക്ടേഴ്സിനും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഗോഡി എന്ന കൂട്ടത്തിലെ മെയിൻ പയ്യനായിട്ട് വരുന്നത് വിൽ വീറ്റൺ ആണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണലി ആ ക്യാരക്ടറുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഗോൾഡി പറയുന്ന ഒരു കഥയൊക്കെ പടത്തിലുണ്ട്. അത് രസവും അതേസമയം വിയേർഡുമാണ്. അവസാനം പറയുന്ന സൗഹൃദത്തെ കുറിച്ചുള്ള ഒരു വരിയും വളരെ സത്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു മെയിൻ റോളിൽ ക്രിസ് എന്ന പയ്യനായിട്ട് വരുന്നത് നമ്മുടെ വോക്കിൻ ഫിനിക്സിന്റെ ചേട്ടനായിരുന്ന റിവർ ഫിനിക്സ് ആണ്. ഇവർ തമ്മിലുള്ള സൗഹൃദവും പ്രശ്നങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. കൂട്ടത്തിലൊരു കാര്യം പറയാം, ഈ റിവർ ഫിനിക്സ് 23 വയസ്സുള്ളപ്പോൾ ശരിക്കും മരിച്ചുപോയത് 1993. കൂട്ടത്തിൽ അല്പം അലമ്പുള്ള ടെഡി എന്ന ക്യാരക്ടറായിട്ട് വരുന്ന കോറി ഫെൽമാൻ, അതുപോലെ വേൺ ആയിട്ട് വരുന്ന ജെറി ഒക്കോണൽ, രണ്ടുപേരും കിടുവാണ്. ഇവരുടെ ചേട്ടന്മാരുടെ ഗ്യാങ്ങിലുള്ള തല്ലിപ്പൊളികളിൽ മെയിൻ ആയിട്ടുള്ള എയ്സ് എന്ന ക്യാരക്ടറും ഓർമ്മയിൽ നിൽക്കും. അവന്റെ ചെപ്പക്കിട്ട് ആരെങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. സോ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ രസമുണ്ട്. ബാക്കി അഭിനയിച്ച എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ടെക്നിക്കലി നല്ല കിടിലൻ ക്യാമറയാണ് പടത്തിൻ്റെത്. ഇതിൽ കാണിക്കുന്ന ലൊക്കേഷൻ ഒക്കെ ഭയങ്കര രസവുമാണ്. ഒരു റെയിൽവേ ട്രാക്ക്, ഒരു പാലം, കാട്, ഇതൊക്കെ പടം കണ്ടു കഴിഞ്ഞിട്ടും കുറച്ച് നാൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ക്രിസ്പ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. അനാവശ്യമായിട്ടുള്ള ഒറ്റ സീൻ പോലും പടത്തിലില്ല. പടത്തിന്റെ മ്യൂസിക് നല്ലതാണ്. 1961 ഇറങ്ങിയ ഒരു പാട്ടിൽ നിന്നാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. ആ പാട്ട് പടത്തിന്റെ എൻഡ് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് 2 ഗോൾഡൻ ഗ്ലോബ് നോമിനേഷനും ഒരു ഓസ്കാർ നോമിനേഷനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പടത്തിൽ യാതൊരു നെഗറ്റീവ് ഫീൽ ചെയ്തില്ല. പടം കാണാൻ അല്പം താമസിച്ചു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറെ നാളായിട്ട് ഈ പടത്തെ കുറിച്ച് കേൾക്കുന്നു, ഇത് കാണണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ കണ്ടത് ഇന്നലെയാണെന്ന് മാത്രം. സോ മൊത്തത്തിൽ ഒരു മസ്റ്റ് വാച്ച് മാസ്റ്റർ പീസ് പടമാണ് സ്റ്റാൻഡ് ബൈ മീ. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പോലെ പിന്നെ കാണാം എന്ന് മാറ്റി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, മിസ് ചെയ്യരുത്. പടം തീർച്ചയായിട്ടും കാണുക. പടത്തിനൊരു പ്രത്യേക മൂഡുണ്ട്. അത് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിപ്പോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിമായി മാറിയിരിക്കുകയാണ്. ക്ലോസ് ടു ഹേർട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഈ അടുത്തെങ്ങാണ്ടാണ് ഇത് നെറ്റ്ഫ്ലിക്സിലേക്ക് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. സോ എത്ര നാൾ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ കാണുക. 1.5 മണിക്കൂർ മാത്രമേ സിനിമയ്ക്ക് ലെങ്ത് ഉള്ളൂ. പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും. കുട്ടികളുടെ പടമാണെങ്കിലും കുറച്ച് അഡൽട്ട് ലാംഗ്വേജ് ഒക്കെ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ UA 16+ ആണെന്ന് പറയാം. കഴിവതും ഇംഗ്ലീഷിൽ തന്നെ പടം കാണാൻ ശ്രമിക്കുക. ഇതിന്റെ ഹിന്ദി ഡബിങ്ങും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.